എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇറാൻ്റെ വെടി തീർന്നു. ഇറാൻ വൻ പ്രക്ഷോഭത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമൈനിയെ നാട് കടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ ജനത തെരുവിലിറങ്ങി വൻ പ്രക്ഷോഭം നടത്തുകയാണ്. വാസ്തവത്തിൽ ഇത് കാണുമ്പോൾ ഒന്ന് പൊട്ടിച്ചിരിക്കാൻ തോന്നുകയാണ്. ഇറാൻ്റെ അവസ്ഥയോർത്തല്ല, മറിച്ച് എന്നാ വലിയ തള്ളായിരുന്നു ഈ ചില ജിഹാദി ചാനലുകൾ നടത്തിക്കൊണ്ടിരുന്നത്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രമുഖ TV ചാനലുണ്ട്, ജിഹാദി ചാനൽ. അതോടൊപ്പം സോഷ്യൽ മീഡിയയിലിരുന്ന് എന്ത് തള്ളായിരുന്നു ഇവന്മാർ തള്ളിക്കൊണ്ടിരുന്നത്. ഇറാൻ എന്ന് പറഞ്ഞാൽ ആനയാണ്, ചേനയാണ്, ഒട്ടകമാണ്, പുള്ളിപ്പുലിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറാൻ്റെ ഭൂമിക്കടിയിൽ അമേരിക്കയെ തകർക്കാൻ ആയുധമുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇസ്രായേലിൽ തകർക്കാൻ ആയുധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇറാനിൽ നിന്നും തുരങ്കം ഇസ്രായേലിൻ്റെ ഭൂമിക്ക് അടിയിലോട്ട് വിട്ടിട്ടുണ്ട്, അമേരിക്കയുടെ അടിയിലോട്ട് വിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്ത് തള്ളായിരുന്നു. ഈ തള്ളിയവന്മാരെ ഒറ്റ ഒരെണ്ണത്തിനെ കാണാനില്ല. ഞാൻ ഇവന്മാരെ ഒന്ന് തപ്പി നോക്കി, സോഷ്യൽ മീഡിയയിൽ എങ്ങാനും ഉണ്ടോ, ഇറാനെക്കുറിച്ച് എന്തെങ്കിലും ഇവർ പറയുന്നുണ്ടോ എന്നൊന്ന് തപ്പി നോക്കിയിട്ട് ഒരൊറ്റ ഒരെണ്ണത്തിനെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണാനില്ല. ഇറാൻ്റെ നിക്കറ് കീറിയിരിക്കുകയാണ്. ഇറാൻ്റെ സകല വെടിക്കെട്ടും തീർന്നു. അവിടെ എന്താ സംഭവിച്ചത്? ഈ പണത്തിൻ്റെ മൂല്യം ഇടിഞ്ഞു. അതോടുകൂടി ജനം തെരുവിലിറങ്ങി. ആദ്യം പ്രക്ഷോഭം ആരംഭിച്ചത് ഈ വ്യാപാരികളാണ്. വ്യാപാരികൾ പ്രക്ഷോഭം ആരംഭിച്ചു, അത് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു. അങ്ങനെ ഇറാനിൽ വൻ പ്രക്ഷോഭം നടക്കുകയാണ്. പണത്തിൻ്റെ മൂല്യം ഇടിഞ്ഞതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ. അവിടെയുള്ള സ്ത്രീകൾ ഹിജാബും പർദയും എല്ലാം വലിച്ചെറിയുകയാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചില വീഡിയോകൾ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള മുസ്ലിം സ്ത്രീകൾ ഈ പർദയ്ക്കകത്ത് ജീവിച്ച, സ്വാതന്ത്ര്യമില്ലാതെ അടിമകളെ പോലെ ജീവിച്ച സ്ത്രീകൾ, അവർ പർദയൊക്കെ ഊരി നടു റോട്ടിൽ നിന്നുകൊണ്ട് പർദയൊക്കെ ഊരി വലിച്ചെറിയുക, ഹിജാബൊക്കെ എടുത്ത് വലിച്ച് പള്ളേക്കളയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ ആയത്തുള്ള ഖമേനി എന്ന ഈ തീവ്രവാദി ഇവനെ ഇവിടുന്ന് പുറത്താക്കണം. ഇറാൻ ജനത ഒന്നെങ്കിൽ ആയത്തുള്ള ഖമേനി അവിടുന്ന് തല്ലി പുറത്താക്കും, ഇല്ലെങ്കിൽ തല്ലി കൊല്ലും. ആ അവസ്ഥയിലാണ്. ആയത്തുള്ള ഖമേനിയെ റോട്ടിൽ കിട്ടിയാൽ ഇറാനിലുള്ള ജനങ്ങൾ കാലെ പിടിച്ച് വലിച്ചു കീറും. ആ ഒരവസ്ഥ, അല്ലെങ്കിൽ തീ വെച്ച് കൊല്ലും. ഇതാണ് ഇപ്പോൾ ഇറാൻ്റെ ഒരവസ്ഥ. ചില ദിവസങ്ങളായി ഇറാനിൽ നടക്കുന്ന ഈ കലാപങ്ങളെക്കുറിച്ച് മീഡിയകൾ വളരെ ശക്തമായി റിപ്പോർട്ട് ചെയ്യുകയാണ്. അതുമാത്രമല്ല, ഈ ഭരണം, ഇപ്പോൾ ഭരിക്കുന്ന ഈ ആയത്തുള്ള ഖമേനിയും അതോടൊപ്പം പൗരോഹിത്യ ഭരണം, ഈ ഭരണം നിർത്തലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതുമാത്രമല്ല, ഇറാൻ്റെ പതാക കത്തിച്ചുകൊണ്ടാണ് അവിടെ പ്രതിഷേധം നടത്തുന്നത്. അപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്ന് ഇറാൻ ഇപ്പം ഇസ്രായേലിനെ ഇടിക്കും, ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യും, ഇവിടെ ഇറാൻ്റെ 400 ബോംബുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇറാൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഇസ്രായേലിന് വട്ടമിട്ട് പറക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാം തകർന്ന് തരിപ്പണമായി. എന്ന് പറഞ്ഞാൽ ഇറാൻ സൊമാലിയേക്കാൾ കഷ്ടമായ ഒരു രാജ്യമായി തീർന്നു. ഒരൊറ്റ കാര്യമാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇത്രയേ ഉള്ളൂ ഒരു ഇസ്ലാമിക് രാജ്യം എന്ന് പറഞ്ഞാൽ. ലോകത്തിലെ ഇസ്ലാമിക് രാജ്യങ്ങളിൽ ഏതാണ്ട് 57 രാജ്യങ്ങളുണ്ട്. ഈ 57 രാജ്യങ്ങളിലുള്ള ഏറ്റവും ശക്തി ഉണ്ട് എന്ന് അവകാശപ്പെട്ട രാജ്യമാണ് ഇറാൻ. പിന്നീട് തുർക്കി ഒക്കെ ഉണ്ട്. ഇറാനാണ് ഏറ്റവും അവകാശപ്പെട്ടത്. അപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് ഈ ഊതി വീർപ്പിച്ച ബലൂൺ പോലെ ഒരു കാറ്റ് മാത്രമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ തിരിച്ചറിഞ്ഞു. ഒരു കാര്യം വ്യക്തമാണ്, ഇതാണ് ഓരോ ഇസ്ലാമിക് രാജ്യങ്ങളുടെ അവസ്ഥ.
യാതൊരു പവറുമില്ല ഈ രാജ്യങ്ങൾക്കൊന്നും. ന്യൂക്ലിയർ പവറേ ഇല്ല, ഒരു നല്ല സൈന്യം പോലുമില്ല എന്ന് മാത്രമല്ല ഒരു ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സാധനം, ഫൈറ്റർ ജെറ്റോ, ഒരു സാധനവും ഈ 57 ഇസ്ലാമിക് രാജ്യങ്ങളിലും ഇല്ല. വെറും മണ്ണുണ്ണികളാണ് ഇവന്മാരെല്ലാം. ടെക്നോളജി പരമായി യാതൊരു ബുദ്ധിയോ വികാസവും ഇല്ലാത്ത മതതീവ്രവാദം മാത്രം തലയിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഒരു ടെക്നോളജി ഇവന്മാർക്കില്ല ഒരു രാജ്യത്തും. ഇത് ഞാൻ വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് പറയുന്നത്. ചില ഇസ്ലാമിക് രാജ്യങ്ങൾക്ക് അവർക്ക് മിലിറ്ററിയേ ഇല്ല. ഇതാണ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ വാസ്തവത്തിൽ ഈ ഇറാന് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിൻ്റെ മിന്നൽ ആക്രമണത്തിലാണ് ഈ ഇറാൻ തകർന്നു പോയത്. ഇതിങ്ങനെ അകത്തുണ്ടായ മുറിവിനെ മൂടിക്കെട്ടി വെച്ചു. പക്ഷേ ഇത് പഴുത്തു പൊട്ടി വ്രണമായി പുറത്ത് ചാടി. ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് ഇറാൻ അസ്തമിച്ചു, ഇറാൻ തകർന്ന് തരിപ്പണമായി എന്നാണ് ഇസ്രായേലിൻ്റെ മിന്നൽ ആക്രമണം ഉണ്ടായി. ആ ആക്രമണത്തോടു കൂടി ഇറാൻ തകർന്ന് തരിപ്പണമായി. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇൻ്റർനാഷണൽ ഒരു ന്യൂസിലൊരു അവലോകനം ഉണ്ടായിരുന്നു. അത് ഞാൻ കേട്ടപ്പോൾ അവർ കൃത്യമായി പറഞ്ഞു, 30 വർഷത്തേക്ക് ഇറാന് അനങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. അവരുടെ പവർ പ്ലാന്റുകളെ ആക്രമിച്ചു, അവരുടെ മിലിറ്ററിയെ ആക്രമിച്ചു, അവരുടെ സ്പേസ് സെൻറ്ററിനെ ആക്രമിച്ചു, അവരുടെ മറ്റ് പല മേഖലകളെ ആക്രമിച്ചു. ഇസ്രായേലിൻ്റെ ആക്രമണം കൊണ്ട് നട്ടല്ലൊടിഞ്ഞു പോയ ഇറാൻ തകർന്ന് തരിപ്പണമായി മൂക്കും കുത്തി താഴെ വീണു. അതോടൊപ്പം അമേരിക്കയുടെ ആക്രമണം, B-2 ബോംബർ വിമാനങ്ങൾ വെച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ ആക്രമണം, ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും 2 ശക്തികളുടെ ആക്രമണത്തോടു കൂടി ഇറാൻ്റെ നടുവൊടിഞ്ഞ് തകർന്ന് തരിപ്പണമായി. ഇറാൻ തകർന്ന് ഭൂലോകത്തിൽ തന്നെ അപ്രത്യക്ഷമാകുന്ന ഒരു സാധ്യത. ഇനി ഇറാൻ എഴുന്നേറ്റ് വന്നാൽ തന്നെ ഏതാണ്ട് ക്ഷയരോഗം ബാധിച്ച അല്ലെങ്കിൽ പക്ഷാഘാതമേറ്റ സ്ട്രോക്ക് വന്ന എഴുന്നേറ്റ് നിൽക്കാൻ കഴിവില്ലാത്ത വെറും ഒരു കോലം മാത്രമാണ് ഇറാൻ. അത്രയും അടിച്ച് തകർത്ത് കളഞ്ഞു. ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കുന്നൊരു സ്വഭാവം പൊതുവെ ഇസ്ലാമിക് രാജ്യങ്ങൾക്കുള്ളതാണ്, ഇസ്ലാമിക് മത തീവ്രവാദ സംഘടനകൾക്കും ഉള്ളതാണ്. അടി കിട്ടുമ്പോൾ ഊറ്റൻ അടി കിട്ടും, എന്നിട്ട് പിന്നെ കരഞ്ഞുകൊണ്ട് കിടക്കും. ഇതാണ് അവസ്ഥ. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കുതിര അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം പോയി ഒരു പട്ടി എന്ന് ഈ കുതിരയുടെ വാല് കടിച്ചു. അപ്പോൾ കുതിര ആദ്യം ഒന്ന് മാറി നിന്നു, പിന്നെയും പട്ടി എന്ന് വാലേ കടിച്ചു. ഈ കുതിര കാല് പൊക്കി ഒറ്റ തൊഴി കൊടുത്തു. പിന്നെ ആ പട്ടിയുടെ മോങ്ങൽ ഏതാണ്ട് ഒരാഴ്ചത്തേക്ക് പട്ടി ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേറ്റ് കരയും എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇറാന് പിന്നെ അതായത് സംഭവിച്ചത്. അപ്പോൾ ഇറാനിൽ വൻ പ്രക്ഷോഭം നടക്കുകയാണ്. ആയത്തുള്ള ഖമേനിയെ കൊല്ലാനുള്ള പരിപാടിയാണ് അവിടെയുള്ള ജനങ്ങൾ പദ്ധതിയിട്ടിരിക്കുന്നത്. തെരുവിൽ കണ്ടാൽ ഈ പുള്ളിയെ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ തീ വെച്ച് കൊല്ലും. അതുമാത്രമല്ല, പൗരോഹിത്യ ഭരണം ഇനി ഇവിടെ വേണ്ട, ജനാധിപത്യം മതി എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ ഇനി ഞങ്ങൾ ഈ ഇസ്ലാമിക് ലോയുടെ കീഴിൽ ഇവരുടെ വാക്കും കേട്ടുകൊണ്ട് ഒരു അടിമ സ്ത്രീകളായി നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പർദ്ദയും ഈ സാധനമെല്ലാം വലിച്ചെറിഞ്ഞ് അവർ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഒരു ഇസ്ലാമിക് രാജ്യം എന്ന് തിരിച്ചറിയാൻ ഉള്ള ഒരു പാഠമാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കുക.